ഗുഡ് ഈവനിങ് ഗൈസ്. ക്രീമി കരയോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ പി ജിയിലിരുന്ന് ഭയങ്കര ബോറിംഗ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ വിചാരിച്ചതാണ് ബീച്ചിലേക്ക് പോകാൻ. കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മൾ പോകുന്നത്. കോഴിക്കോട് ബീച്ച് നമ്മൾ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈം അല്ല. നീ ഫസ്റ്റ് ടൈമാ? അല്ല. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈം അല്ല. സോറി ഗൈസ്. ഗൈസ്, പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കണ്ണൂരിനെ അപേക്ഷിച്ച് കോഴിക്കോട് ഭയങ്കര ചൂടാണ്. വെള്ളമില്ലാണ്ട് നിൽക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം വാങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഗൈസ്, നമ്മൾ വെള്ളമൊക്കെ വാങ്ങി കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഓട്ടോ കിട്ടി. ഓപ്പോസിറ്റ് പോകുന്ന ഓട്ടോനെ റിട്ടേൺ വിളിച്ചിട്ടാണ് ഗൈസ് നമ്മൾ പോയത്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ലാഭം ഉണ്ടായി ഗൈസ്. 40 രൂപ നമ്മളെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പോയത്. ഗൈസ്, അങ്ങനെ വേഗം പോയിട്ട് കുറേ സമയം നിൽക്കണം എന്ന് വിചാരിച്ച് പോയത്. നമ്മൾ വലിയൊരു ട്രാപ്പിലാണ് നമ്മൾ പോയിട്ടത്. 3 മണിക്ക് പോയത് നമ്മൾ 4 മണിക്കാണ് നമ്മൾ ബീച്ചിലെത്തുന്നത്. അത്രയ്ക്ക് നല്ല ബ്ലോക്കാണ്, പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട്. അങ്ങനെ നീണ്ട ട്രാഫിക്കിന് ശേഷം നമ്മൾ അങ്ങനെ ബീച്ചിലെത്തി. എത്തിയപ്പം തന്നെ നല്ല പോസിറ്റീവ് വൈബായിരുന്നു. അവിടെ ഒരു യെല്ലോ ടെഡി ബിയറിനെ കണ്ടു. അത് കണ്ടപ്പോഴും അവന് ഓടിപ്പോയിട്ട് എനിക്ക് അതിന് വേണം പറഞ്ഞിട്ട് വാശി പിടിക്കുമായിരുന്നു. ഞാനും ശ്രമം കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അനുവിനെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ കുറേ നടന്ന് നമ്മളങ്ങനെ പോകും. ഉപ്പിലിട്ടത് അനുവിനങ്ങനെ തിന്നതെന്നറിയാം, എന്നാലും ഓളെ ഒടുക്കത്തെ വാശിയാണ്. അങ്ങനെ കഷ്ടിച്ച് ഞാൻ ഒന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ കിട്ടുന്ന സാധനം കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളോട് ഉപ്പിലിട്ടൊന്നും കഴിക്കരുത്, മോശമാണെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോണ്ട് ഗൈസ് ഓൻ നല്ല ഉപ്പിലിട്ടൊക്കെ വാങ്ങി മുളകൊക്കെ തേച്ചിട്ട് തിന്നു. അങ്ങനെ തിന്നെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ നടന്ന് പട്ടം പറത്തെല്ലാം നോക്കി നിന്ന്. അങ്ങനെ സംഖ്യക്ക് ഭയങ്കര ആഗ്രഹം പാനിപ്പൂരി തിന്നാൻ. അത് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നേരെ പോയി പാനിപ്പൂരി എന്ന് വെച്ചാൽ അനുവിന് അത് ഇഷ്ടമല്ല, സത്യം പറയാലോ. പാനിപ്പൂരി അത് മിക്സാക്കുന്ന കാണുമ്പോൾ അനു അപ്പോൾ വേഗമാക്കിയിട്ട് അങ്ങ് പോകും. സത്യം പറയാലോ, അത് കണ്ടോടെ ഇഷ്ടമല്ലാത്ത സാധനമാണ് അത്. അപ്പോൾ പാനിപ്പൂരി എല്ലാം തിന്ന് കഴിഞ്ഞ് കുറേ ബീച്ചിലേക്ക് നോക്കി നിന്ന് കുറേ സമയം നടന്ന് കുറേ പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട്. അതെല്ലാം കുറേ സമയം നോക്കി നിന്ന്. അങ്ങനെ ബീച്ചിൻ്റെ ഒരു സൈഡ് നോക്കിയപ്പോൾ നല്ല ക്രൗഡ് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഒരാൾ വിശന്നിട്ടാന്ന് തോന്നുന്നു, ട്യൂബ് ലൈറ്റൊക്കെയാണ് കഴിക്കുന്നത്. വീട്ടിലെത്തിയപ്പോൾ ഉണ്ട് അനു വിശന്നിട്ട് അത് അനുകരിക്കാൻ നോക്കുന്നത്. ബട്ട് ഫ്ലോപ്പായി പോയി. അപ്പോൾ ഇങ്ങനെ ആരും അനുവിനെ പോലെ മണ്ടത്തരം ചെയ്യാതിരിക്കുക. അദ്ദേഹം ചെയ്ത സാഹസികം എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ ആ പരിപാടിയൊക്കെ കണ്ട് ബീച്ചിലൂടെ ഇങ്ങനെ തേരാപ്പാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രമം പറഞ്ഞ് നമുക്കൊരു കോഫി കുടിച്ചാലോ. അങ്ങനെ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ ഒരു തട്ടുകടയിൽ കയറി നല്ല ഗോബി മഞ്ചൂരിയും കാടമുട്ട ഫ്രൈയും കോഫിയൊക്കെ കുടിച്ച് ബീച്ചിലേക്ക് നോക്കിയിരുന്നു കുറേ സമയം. അങ്ങനെ ബീച്ചിലൂടെ നടന്നപ്പോൾ ഹോർത്തൂസിൻ്റെ പുസ്തകശാല കണ്ടു. ഞാൻ അനുവിനും ശ്രമലിനും കൂട്ടിയിട്ട് അവിടേക്ക് കയറി. എൻ്റെ കുറേ ഫേവറേറ്റ് നോവൽസ് ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് മറിച്ച് നോക്കി. ഒന്നും വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ തോന്നുന്ന എല്ലാം 3000-ൻ്റെയും 2000-ൻ്റെയും എല്ലാം അത് ഏടെ വാങ്ങിക്കൊടുക്കാനതല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി ഓർത്തോസിൻ്റെ പിന്നെ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ പിന്നെയും കയറി നോക്കുമ്പോൾ ഫുള്ള് പെയിൻറ്റിങ്, നല്ല നല്ല പിക്ചേഴ്സ് ആയി എല്ലാം നല്ല അടിപൊളി സംഭവമായിരുന്നു. നേരത്തെ കയറിയതിനെക്കാട്ടി അടിപൊളിയാണ്, അത് കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കുറേ സമയം എന്നിട്ട് കുറേ അത് നോക്കി ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല കാര്യമായിട്ട്. എന്നാലും വെറുതെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് സങ്കീർത്തനൻ്റെയാണ് ഏറ്റവും വലിയ കോമഡി. അതിൻ്റെ ഉള്ളിൽ ഏതോ ഒരു പെയിൻറ്റിങ് തുടരായിരുന്നു, നമുക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. സംഗീതം നേരെ പോയി തൊട്ട് ചേച്ചി തുപ്പി പായിച്ച് ആടുന്ന്. പിന്നെ ആടുന്ന് കുറേ നോക്കി സംഭവം കണ്ട്. ഇവരാണെങ്കിൽ വലിയ അറിയുന്ന ആളെ പോലെ അനുവല്ലോ കയ്യെല്ലാം ചൂണ്ടിട്ട് വരുന്നത്. അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല. മറ്റുള്ള ആൾക്കാരെല്ലാം ഭയങ്കര സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ അനുവിടുന്ന് ഒച്ചത്തിലല്ല സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അത് ഒരു മിനി എന്താ പറയുക ടാക്കീസ് പോലത്തെ ചെറിയൊരു ടാക്കീസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ വലിയ ആളെ പോലെ വലിഞ്ഞ് കയറിപ്പോയി.
നോക്കുമ്പോൾ അതിനകത്തൊരു അവാർഡ് ഫിലിമാണ്, ശരിയായ അവാർഡ് ഫിലിം. പ്രേതത്തിൻ്റെ സിനിമ എന്ന് വെച്ചിട്ട് കയറിയത് നോക്കുമ്പോൾ അവാർഡ് സിനിമയാണ്. ഭയങ്കര ലേഖനം അത് കാണാൻ കഴിയായിട്ട് അപ്പാടായിരുന്നു കീഞ്ഞിങ് വന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയാലും നമ്മൾ വലിയൊരു കാര്യം മിസ്സായിപ്പോയി. നമ്മൾ സൺസെറ്റ് മിസ്സായിപ്പോയി. അതിൻ്റെ ഉള്ളിൽ കയറിയാലോ, അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ടൈം പോയത് പോലെയല്ല, സൂര്യൻ പോകേണ്ട വഴിക്കെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ നടന്ന് നമ്മൾ ബീച്ചിൻ്റെ എൻഡിലെല്ലാം കുറച്ച് ഇങ്ങോട്ടായിട്ട് എത്തി നോക്കുമ്പോൾ ഒരു കല്ല് കിട്ടുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അപ്പുറത്തും ബീച്ചാണ് ഇപ്പുറത്തും ബീച്ചാണ്. ഇപ്പുറത്ത് ബോട്ട് ചട്ടി അങ്ങനെ സംവിധാനങ്ങൾ, അങ്ങനെയുള്ള സംഭവം. നേരെ ഇപ്പുറത്ത് വലിയ കടൽ നോക്കുമ്പോൾ ഫുള്ള് ലൈറ്റ് ബീച്ച് ഫുള്ള് നല്ല കിട്ടിലായിട്ട് നല്ല രസം. നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ സമയം കല്ല് കെട്ടിരുന്ന് ബീച്ചൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ്. ഇതൊരു നല്ല ഡേ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.